കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് മീനഭരണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വിപുലമായ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPS അവരുടെ നിർദ്ദേശാനുസരണം ഈ ഒരു ഏരിയ ഉത്സവ ഏരിയ 2 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ക്രമസമാധാനത്തിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട DYSP VK രാജു സാറിനും അദ്ദേഹത്തിൻ്റെ കീഴിൽ CIമാരും SIമാരും ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ചുമതല DCRB DYSP ശ്രീ SY സുരേഷ് സാറിനുമാണ് നൽകിയിരിക്കുന്നത്. 2 സോണുകളിലായിട്ടാണ് ചെയ്യുന്നത്. അമ്പലവും പരിസരവും ഒരു സോണും, അതുപോലെ തന്നെ ട്രാഫിക് ഗതാഗതം മറ്റൊരു സോണുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈവേയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലായിട്ട് പണി നടക്കുന്ന സ്ഥലത്ത് 4 സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ അവൈലബിളായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വലിയ വലിയ ബസ്സുകളും ട്രാവലറുകളും ഒക്കെ പാർക്ക് ചെയ്യുന്നതിനും മറ്റു കാറുകളും മറ്റും പാർക്ക് ചെയ്യുന്നതിനും വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ട്രാഫിക് സെഗ്മെൻറ്റിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ 2 ട്രാഫിക് സെഗ്മെൻറ്റ് വെച്ചിട്ടും ബൈക്ക് പെട്രോളിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന ആദ്യത്തെ സെഗ്മെൻറ്റ് HP പെട്രോൾ പമ്പിൻ്റെ ഏരിയയാണ്. രണ്ടാമത്തത് വിനായക പെട്രോൾ പമ്പ് ഏരിയയാണ് ഹൈവേയിലുള്ളത്. മൂന്നാമത്തെ സെഗ്മെൻറ്റ് CI ഓഫീസ് ജംഗ്ഷൻ തൊട്ടിട്ട് ചന്തപ്പുര വരെയാണ്. ചന്തപ്പുര മുതൽ കോതവറമ്പ് വരെയുള്ള ഏരിയ അങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾ ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്യാൻ കഴിയും. 2 ഹൈവേയുടെ ഇരുവശത്തുള്ള സർവീസ് റോഡുകൾ തുറന്നിട്ടുണ്ട്. അവിടെ 1 വേ സിസ്റ്റമാണ് നടപ്പിലാക്കുന്നത്. ആ ഒരു ലെവലിൽ തന്നെ പോയി കഴിഞ്ഞാൽ വലിയ ഗതാഗത കുരുക്കില്ലാതെ ഹൈവേ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്വാർട്ടേഴ്സിൻ്റെ സ്ഥലത്ത് നിന്നും ഈ ആൾക്കാർ ഭക്തജനങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ട്രാഫിക് കൺജഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവിടെയും മുൻകരുതൽ എന്നോണം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. തുടർന്ന് ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 350ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്കീമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 350 പോലീസ് ഉദ്യോഗസ്ഥരിലും മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതനുസരിച്ചിട്ട് മോഷണം തടയുന്നതിനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നതിനും കൂടാതെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് കൂടുതലായും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. മാല പിടിച്ചുപറി, മാല പൊട്ടിച്ചുകൊണ്ട് പോക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്രാവശ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊക്കെയായിട്ട് മഫ്തിയിലും പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഉള്ളിൽ കൃത്യമായിട്ടും നിയോഗിച്ചിട്ടുണ്ട്. അതിന് ജില്ലയിലെ ഡാൻസ് ഓഫ് ടീമിൻ്റെയൊക്കെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ തന്നെ ഈ വഴിയോര കച്ചവടക്കാർ തമ്മിലിടയ്ക്ക് തമ്മിത്തല്ല് ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം 1-2 കേസുകൾ കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ റിപ്പോർട്ടായതാണ്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. കൂടാതെ ഈ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേ ഒക്കെ നമ്മളിവിടെ ദർബാർ ഹാൾ അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ബസ്സുകളുടെ കാര്യമാണ് പറയുന്നത്. വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് ഇപ്രകാരമായിരിക്കും. ഗുരുവായൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ യാത്രക്കാരെ ഇറക്കി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് വഴി കോട്ടപ്പുറത്തേക്ക് കയറി യാത്ര തുടരേണ്ടതാണ്. മറ്റു വാഹനങ്ങൾ ടൗണിലേക്ക് വരാതെ നേരിട്ട് ബൈപ്പാസ് വഴി യാത്ര തുടരേണ്ടതാണ്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ഓർഡിനറി ബസ്സുകൾ ചന്തപ്പുര ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ച് തിരികെ യാത്ര തുടരേണ്ടതാണ്. ഗുരുവായൂർ ഭാഗത്തു നിന്നും അഴീക്കോട്, എറിയാട് എന്നിവിടങ്ങളിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വരുന്ന ഓർഡിനറി ബസ്സുകൾ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതാണ്. അവിടെ നിന്നും തന്നെ ടൗണിലേക്ക് കയറാതെ യാത്ര തുടരേണ്ടതാണ്. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ചേരമാൻ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് തിരിഞ്ഞ് ഗൗരീശങ്കർ ജംഗ്ഷൻ വഴി ബൈപ്പാസിൽ കയറി ചന്തപ്പുരയിൽ യാത്രക്കാരെ ഇറക്കി യാത്ര തുടരേണ്ടതാണ്. കൂടാതെ എറണാകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന മറ്റു വാഹനങ്ങൾ ചേരമാൻ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഗൗരീശങ്കർ ജംഗ്ഷൻ വഴി ബൈപ്പാസിൽ കയറി ചന്തപ്പുര വഴി യാത്ര തുടരേണ്ടതാണ്. മാള, കൃഷ്ണൻകോട്ട, പറവൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ചേരമാൻ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് തിരിഞ്ഞ് ഗൗരീശങ്കർ ജംഗ്ഷൻ വഴി വലത്തോട്ട് തിരിഞ്ഞ് ബോയ്സ് സ്കൂൾ പരിസരത്തെ യാത്ര അവസാനിപ്പിക്കേണ്ടതും തുടർന്ന് ശൃംഗപുരം വഴി യാത്ര തുടരേണ്ടതുമാണ്. തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ കൊടുങ്ങല്ലൂർ ട്രസ്റ്റ് ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതും അവിടെ നിന്നും യാത്രക്കാരെ കയറ്റി യാത്ര തുടരേണ്ടതുമാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലൊരു ഗതാഗത ക്രമീകരണത്തിനോട് എല്ലാവരും സഹകരിക്കണമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഗതാഗത തടസ്സമുണ്ടായി അടിയന്തര സേവനങ്ങളും വെച്ചും മുടങ്ങുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല.
വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദർശനത്തിനായിട്ട് കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രപ്രസിദ്ധമായ മീനഭരണിക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും നല്ലൊരു സൗകര്യത്തിൽ ദർശന സൗകര്യം ഒരുക്കി അവരുടെ ആത്മസാക്ഷാത്കാരം നേടുന്നതിന് സഹായിക്കാം. ഈ ഒരു അവസരത്തിൽ കൊടുങ്ങല്ലൂർ പോലീസിൻ്റെ, തൃശ്ശൂർ ജില്ലാ പോലീസിൻ്റെ എല്ലാവിധ കൊടുങ്ങല്ലൂർ മീനഭരണി ആശംസകളും കൂടി ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഗതാഗത സംവിധാനത്തിനോടും പോലീസിനോടും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി. വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലേക്കായിട്ട് ഹൈവേയിൽ തന്നെ 4 സെഗ്മെൻറ്റുകളുണ്ട്. അതിൽ HP പെട്രോൾ പമ്പിൻ്റെ ജംഗ്ഷനിലും അതുപോലെ തന്നെ വിനായക പെട്രോൾ പമ്പ് ഹൈവേയുടെ ഏരിയയിലും ഹൈവേയിൽ പണി നടന്ന് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്ന ഹൈവേയുടെ മെയിൻ പാർക്കിംഗ് ഏരിയയിലും അതുപോലെ തന്നെ CI ഓഫീസ് ജംഗ്ഷൻ ചന്തപുരം മുതൽ കോതപറമ്പ് വരെയുള്ള ഈ സർവീസ് റോഡിൻ്റെ ഉള്ളിലുള്ള സ്പേസിൽ സെഗ്മെൻറ്റുകളായിട്ട് നമുക്ക് സർവീസ് റോഡിൻ്റെ ഉള്ളിലെന്ന് ഉദ്ദേശിച്ചത് ഹൈവേയുടെ മെയിൻ റോഡ് പണി നടക്കുന്ന സ്ഥലത്താണ് നമ്മളിത് പാർക്കിങ്ങിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ നിരവധി നമുക്കവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഓരോ സെഗ്മെൻറ്റിലും പോലീസ് ഉദ്യോഗസ്ഥർ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്ത കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും. അതിന് വേണ്ടത് ദിശാസൂചക ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചേരമാൻ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ മാളകൃഷ്ണൻകോട്ട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ബോയ്സ് സ്കൂളും അതുപോലെ ചേരമാൻ പറമ്പും അവൈലബിൾ ആയിരിക്കും. KKTM കോളേജിലും ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് മീനഭരണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.